നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന് നല്ല പ്രഭാതത്തിനായി വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ ആരാധിക്കുവാൻ നീ അനുവദിച്ച് നൽകിയ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതങ്ങളെ, ഹൃദയങ്ങളെ നിന്റെ മുൻപാകെ സമർപ്പിച്ച് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അങ്ങയെ ആരാധിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളോ കുറവുകളോ ഒന്നും കണക്കിടാതെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയും ഞങ്ങൾക്ക് നൽകി ഈ ആരാധന ഏറ്റവും സുഖ്യാഗയാഗമായി ഞങ്ങൾ സമർപ്പിക്കുന്നത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നത് സ്വീകരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ മഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 25-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 25. Sarvati Rajana
സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നുമില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാൻ നിന്റെ പരിശുദ്ധ പ്രാപ്തിയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തിമാനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവനിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട്
നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാനവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവിൻ. സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും നിങ്ങളിലേക്ക് തിരികെയും ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. പെന്തക്കോസ്തിന് ശേഷം 16-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷയും വേദഭാഗങ്ങളും സമാധാനവും സംഘർഷത്തിനുമെതിരായുള്ള ഉടമ്പടിയും. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ ദൈവമേ, പിൻപന്മാരെ മുൻപന്മാരാക്കുവാൻ കൃപയോടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നുവല്ലോ. സമാധാനവാഹകന്മാരാകുവാനും സംഘർഷമില്ലാത്ത സമൂഹം ഉണ്ടാക്കുവാനും സംഘർഷം പരിഹരിക്കാനുള്ള കൃപയും അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ലോകം ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള ആനന്ദം അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സമയം വേദഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കും. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ കേൾക്കും. കന്നുകാലി, പൊന്ന്, വെള്ളി ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായ്ക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമായിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു.
അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർക്കാൻ തക്കവണ്ണം ദേശത്തു നിന്ന് അവരെ വഹിച്ചു കൂടാനും. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗമോരയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 16 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 16 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ ദുഃഖിക്കും. അവരുടെ രക്തമായ വിളികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ ഞാൻ ആളുകളിൽ എടുക്കുകയില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുകൊണ്ട് എനിക്ക് മനോഹരവേശങ്ങൾ ലഭിക്കുന്നു. അത് എനിക്ക് നല്ല അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധന്റെ നാമം സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എനിക്ക് പ്രമോദങ്ങളുമുണ്ട്. രണ്ടാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിക്കുകയും. അപ്പോസ്തലപ്രവൃത്തികൾ 6:1 മുതൽ 6 വരെ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവന്മാരെ ദൈവപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയെ വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 12 പേർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു.
ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കാനോർ, തിമോൻ, പർമെനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്ത് ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായികൊണ്ട് അത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യ ആയപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകരോട്, വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവൻ്റെ നേരെ പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തിട്ടല്ലയോ നിന്റേത് വാങ്ങി പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിൻപനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളത് കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവൻ ആകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും. വായിപ്പാൻ നിശ്ചയിച്ച സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്കു സ്തുതിയുണ്ടാകട്ടെ. വചനാധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 240-ാം കീർത്തനം. So
അങ്ങ് നൽകുന്ന ദിവ്യ സമാധാനത്തിന് ചാലകങ്ങളായി ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങൾ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നല്ലോ. സമാധാനമില്ലാതിരിക്കുന്നിടത്ത് കർത്താവെ നിന്റെ ദിവ്യ സമാധാനം നൽകുവാൻ കർത്താവെ നീ ഞങ്ങളെ അയച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ ആ ദിവ്യമായ സമാധാനം സ്വീകരിപ്പാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവി അതിനായി കർത്താവെ ഞങ്ങളെ സഹായകരമാക്കി തീർക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ദിവ്യമായ വചനത്തിൻ്റെ ആഴമുള്ള മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനത്തിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ചയും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകുന്ന സാവകാശത്തിൽ നന്ദിയോടെ ദൈവത്തിന് നമുക്ക് സ്തുതികൾ അർപ്പിക്കാം. പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ സ്വസ്ഥത ഉള്ളവരായി സമാധാനമുള്ളവരായി ഈ ലോകത്ത് ആയിരിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിക്കുകയും ദൈവസേവയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഇന്നത്തെ ആരാധനയിലേക്ക് എല്ലാ പ്രിയമുള്ളവരെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആരാധനയ്ക്കായിട്ട് ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സംഘർഷത്തിന് എതിരായ ഉടമ്പടിയും സമാധാനവും എന്നുള്ളതാണ്. പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നുള്ളതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വിഷയം. സമാധാനം എന്നുള്ള അനുഭവത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം നമ്മളിന്ന് വായിച്ചേണ്ട വേദഭാഗങ്ങളിൽ രണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിച്ചേണ്ട വേദഭാഗങ്ങളിലൊക്കെ സംഘർഷങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ എപ്രകാരമാണ് ദൈവദാസന്മാർ അതിനെ ക്രമീകരിച്ചത്, സംഘർഷങ്ങളില്ലാതെ സമാധാനത്തിൻ്റെ അനുഭവത്തിൽ സഭയെ മുന്നോട്ട് നയിച്ചതെന്നും ജീവിതങ്ങളെ മുന്നോട്ട് നയിച്ചതെന്നുമൊക്കെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം, അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിലും അത് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ട്രാങ്ക്വിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഫെലോഷിപ്പ്, ഹാർമണി തുടങ്ങിയ വാക്കുകളാണ് സമാധാനത്തിന് പകരമായി സമാധാനത്തെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സമാധാനത്തെ സൂചിപ്പിക്കാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സമാധാനം എന്ന് ചോദിച്ചാൽ ഓരോരോ വ്യക്തി ജീവിതങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലാണ് അത് അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ തികച്ചും ഏകപക്ഷീയമായ ഒരു ഉത്തരം പറയുവാനായിട്ട് സാധ്യമല്ല. ഓരോ ജീവിതങ്ങളും ഓരോ ഹൃദയങ്ങളും അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ അളവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ മേഖലകളും ഒക്കെയും വ്യത്യസ്തങ്ങളായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഏകദേശം ഒരേ ഉത്തരം പറയുവാനായിട്ട് ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമുക്ക് വിവക്ഷിക്കുവാനായിട്ട് സാധിക്കും. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ഇന്ന് ലോകത്ത് എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്ന, ഇന്ന് എന്നുള്ളത് മാത്രമല്ല എല്ലാ കാലങ്ങളിലും ലോകത്ത് സകല മനുഷ്യരും അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു അനുഭവമാണ് സമാധാനം എന്നുള്ളത്. സമാധാനത്തെ ഇന്ന് ലോകം തൃപ്തി എന്നുള്ള അനുഭവമായിട്ട് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറയുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന് 30 വർഷങ്ങൾക്ക് മുൻപ് ADE ക്രിസ്തുവിൻ്റെ വർഷങ്ങൾക്ക് മുൻപ് 27-ാം ആണ്ട് മുതൽ ജീവിച്ചിരുന്ന അഗസ്റ്റസ്, റോമൻ ഭരണാധികാരിയായിരുന്ന അഗസ്റ്റസിൻ്റെ കാലം മുതൽ റോമയിലെ സമാധാനത്തെക്കുറിച്ച് വലിയ ചിന്തകൾ ലോകമെങ്ങും കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. പാക്സ് റൊമാന എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള സമാധാനത്തിൻ്റെ അനുഭവം, ആ അനുഭവത്തെക്കുറിച്ചല്ല നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നൽകുന്ന സമാധാനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ചിന്തിപ്പാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചയുമൊക്കെ ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു രസകരമായ വാർത്ത, സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുവാനായിട്ട് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുവാനായിട്ടിടയായി. കേട്ടപ്പോൾ ആദ്യം ചിരിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ആ മനുഷ്യൻ സമാധാനത്തിന് യോഗ്യമായ യാതൊന്നും തന്നെ ലോകത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. സമാധാനത്തെക്കുറിച്ച് ഇത്തരത്തിൽ വികലമായ അനുഭവങ്ങൾ, ഇത്ര വികലമായ ചിന്തകളൊക്കെ ഇന്ന് നിലനിൽക്കുന്നു എന്ന് ഞാൻ അതിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് ശ്രദ്ധയായി കൊണ്ടുവരാം. ഈ വാക്ക് നമുക്കെല്ലാം വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ധാരണകളുണ്ട് എന്നുള്ളത് കൊണ്ട് വേദപുസ്തകം എന്താണ് നമുക്ക് മുൻപിൽ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ പേര് തന്നെ സമാധാന പ്രഭു എന്നുള്ള പേരിലാണ് കർത്താവിനെ അറിയപ്പെടുന്നത്.
സമാധാനത്തിൻ്റെ ഉടമസ്ഥനും നിയന്താവുമായി കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലുമൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്ത് ഈ വേദപുസ്തകം നൽകുന്ന ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനത്തിൻ്റെ ഇൻസ്ട്രുമെൻസായി, ചാലകങ്ങളായി, ചാനൽസായി അയച്ചിരിക്കുന്നു, നിർത്തിയിരിക്കുന്നു, പ്രവർത്തിപ്പാനായിട്ട് നിയമിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം സ്വയം ഈ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയാം. സംഘർഷങ്ങളും മാത്സര്യവുമുള്ള ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സമാധാനവാഹകരായി തീരുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ച് ആയ അനുഭവം തന്നെയാണ്. പലപ്പോഴും ഇത്തരത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവർക്ക് മുറിവേൽക്കുകയാണ് സാധാരണ പതിവുള്ളത്. സമാധാനത്തിൻ്റെ അനുഭവമായ ലോകത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ മുറിവേൽക്കപ്പെടുന്നത് സർവ്വസാധാരണമായ അനുഭവമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. കയോസിന് പ്രവേശനമില്ലാതിരിക്കുന്ന, ഡിസോർഡറിന് പ്രവേശനമില്ലാതിരിക്കുന്ന ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നമുക്ക് സമാധാനം എന്ന് വേണമെങ്കിൽ വിവക്ഷിക്കുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ കൽപ്പനകളുടെ ലംഘനം, രോഗം, യുദ്ധം, സാമൂഹിക പ്രതിസന്ധികൾ, ദൈവമുമ്പിൽ നിന്ന് തെറ്റിപ്പോകുന്നതായിട്ട് അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെ സമാധാനം ഇല്ലാത്ത അനുഭവം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിന് നൽകുന്ന അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും കൂട്ടത്തിൽ അവനോട് പറയുന്നു, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഏറ്റവും സമാധാനകരമായിരിക്കും എന്ന് ദൈവം അബ്രഹാമിനെ പ്രോമിസ് ചെയ്യുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ പേഴ്സണൽ ലൈഫിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ്റെ അവസാനം ഏറ്റവും സമാധാനത്തോടെ സ്വസ്ഥതയോടെ അനുഭവിക്കും, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവിടെ 15-ാം അധ്യായം ഉൽപ്പത്തി 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, വരുവാനുള്ള തലമുറകൾ കഷ്ടതകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകും, 400 ആണ്ട് സംവത്സരം അവർക്ക് കഷ്ടതകളുണ്ടാകും, അവരെ പ്രയാസങ്ങളുടെ നെടുവീർപ്പിൻ്റെ നക്ഷത്രത്തിലൂടെ നടക്കുവാൻ ഇടയാകും എന്നൊക്കെയും അബ്രഹാമിനോട് പറയുന്നതിനോടൊപ്പം അബ്രഹാമിനോട് വ്യക്തിപരമായ കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് സമാധാനം നൽകും, നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചെന്നു ചേരും എന്ന് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ മോശയോട് കർത്താവ് ദൈവം പറയുന്നുണ്ട്, വിശുദ്ധ ദൈവത്തിന് മുൻപാകെ വിശുദ്ധമായ അനുഭവത്തോടുകൂടി ദൈവസന്നിധിയിൽ നീ സമാധാനയാഗം കഴിക്കണം എന്ന് മോശയോട് കൽപ്പിക്കുക. ദൈവവുമായിട്ടുള്ള ഒരു സമാധാനത്തിൻ്റെ അനുഭവം സമാധാനയാഗം കഴിക്കുന്നതിലൂടെ സാധ്യമാകണമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം അവിടെ പറയുന്നത് കാണുവാൻ സാധിക്കും. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 30-ലധികം പ്രാവശ്യം നീ സമാധാനയാഗം കഴിക്കണമെന്ന്, ഈ ബലി അർപ്പിക്കണമെന്ന്, ഓഫറിംഗ് ഓഫ് വെൽ ബീയിങ് നീ അർപ്പിക്കണമെന്ന് ദൈവജനത്തോട് ദൈവം പറയുന്നത് അവിടെ കാണുവാനായിട്ട് സാധിക്കും. സമാധാനത്തെ ഒരു ബലിയുമായിട്ട്, ഒരു യാഗവുമായിട്ട് ബന്ധിപ്പിച്ച് ഇവിടെ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകത്തിലുമൊക്കെയും അവിടെ കാണാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുന്നുവെങ്കിൽ, ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അവിടെ നീ സമാധാനയാഗം ദൈവം മുൻപാകെ കഴിക്കണമെന്ന് ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്. എൻ്റെ ചട്ടങ്ങളെ നിങ്ങൾ അനുസരിച്ചാൽ, നിങ്ങൾ പ്രമാണിച്ചാൽ, നിങ്ങളുടെ ദേശത്ത് വിളവ് തരും, മഴ തരും, നന്മകൾ തരും, അതോടൊപ്പം സമാധാനം നിലനിർത്തും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല എന്ന് ലേവ്യ പുസ്തകം 26-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്. ഒരു കണ്ടീഷണൽ ബേസ്ഡ് ആയിട്ടാണ് ദൈവം ഇവിടെ തന്റെ ജനത്തോട് സമാധാനത്തിന്റെ വചനങ്ങളെ പറയുന്നത്. നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ചാൽ, എൻ്റെ പ്രമാണങ്ങളെ നിങ്ങൾ പിൻപറ്റിയാൽ, ഞാൻ നിങ്ങൾക്ക് നന്മകളും അനുഗ്രഹങ്ങളും സമാധാനം നൽകും എന്ന് അവിടെ പറയുകയാണ്. ദൈവത്തോടുള്ള ഒരു ശരിയായ ബന്ധത്തെയാണ് ഈ വാക്യം നമ്മെ സൂചിപ്പിക്കുന്നത്. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള ഒരു ശരിയായ ബന്ധമാണ് ഈ അനുഭവത്തിൽ നിന്ന് നോക്കുമ്പോൾ സമാധാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കിവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. കുഞ്ഞാടുകളെ സമാധാന യാഗങ്ങളായി
അർപ്പിച്ചു വന്നിരുന്ന ഒരു ജനം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ യഹോവ തിരുമുഖം നിന്റെ മേലുയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ മുഖപ്രകാശം, ദൈവത്തിൻ്റെ മുഖപ്രസാദം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സമാധാനം ദൈവത്തിൻ്റെ തിരുമുഖത്തിൽ നിന്ന് നിനക്ക് ലഭിക്കട്ടെ എന്ന് അവിടെ ആശീർവാദമായി അവിടെ സംഖ്യാപുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോടുള്ള മാറുതലിപ്പ്, ദൈവസന്നിധിയിൽ ജനത്തിൻ്റെ ദുഷ്ടത ദൈവകോപത്തിന് പാത്രമായി തീരുന്നു എന്ന് 25-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തോടുള്ള മറുതലിപ്പും ദൈവമുൻപാകെയുള്ള ദൈവജനത്തിൻ്റെ ദുഷ്ടപ്രവൃത്തികളുമൊക്കെയും ദൈവകോപത്തിന് പാത്രമായി തീരുന്നു എന്ന് പറഞ്ഞാൽ സമാധാനമില്ലാതിരിക്കുന്ന അനുഭവം അവിടെ ദൈവത്തിൻ്റെ മുൻപാകെ അവർക്കുണ്ടാകും എന്ന് സംഖ്യ 25:12 ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം ഏതെങ്കിലും ഒരു രാജ്യത്ത് യുദ്ധത്തിനായിട്ട് പുറപ്പെടുമ്പോൾ അതിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അതിൻ്റെ കവാടത്തിൽ ചെന്നുകൊണ്ട് സമാധാനം എന്ന് ആദ്യമേ പറയണം. തിരികെ സമാധാനത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നുവെങ്കിൽ അവിടെ യുദ്ധം ചെയ്യരുത് എന്ന് ആവർത്തന പുസ്തകം 20-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമാധാനം എന്ന് പറഞ്ഞ് തിരികെ സമാധാനം എന്ന് കേൾക്കുന്നുവെങ്കിൽ അവിടെ യുദ്ധമില്ലാതായി തീർന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നു. 1 ദിനവൃത്താന്തം 12-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അമാസായി എന്ന് പറയുന്ന മനുഷ്യന്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ആ ശക്തി, പരിശുദ്ധ നിറവുള്ളവനായി സമാധാനം സമാധാനം സമാധാനമെന്ന് ദാവീദിന്റെ രാജധാനിയിൽ വിളിച്ചു പറയുന്നത് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമാസായിയുടെ മേൽ വരുമ്പോൾ അവൻ വിളിച്ചു പറയുന്നത് സമാധാനത്തിൻ്റെ വചനങ്ങളാണ് എന്ന് 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും സമാധാനവുമായിട്ട് ഇവിടെ ബന്ധിപ്പിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. 85-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ദയ, വിശ്വസ്തത, നീതി, സമാധാനം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദയയുണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ, നീതിയുണ്ടെങ്കിൽ അവിടെ സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുമെന്നാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 128-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം പറയുന്നു, ദീർഘായുസിന്റെ അനുഭവം ഉണ്ടാകുവാൻ, ദീർഘായുസിന്റെ അനുഭവം അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, അത് സമാധാനത്തിന്റെ പ്രതീകമാണെന്ന് 128-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇവയാകുന്നു, ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറയുവിൻ, നിങ്ങളുടെ ഗോപുരത്തിൽ നേരോടും സമാധാനത്തോടും ന്യായപാലനം ചെയ്യുവിൻ. മറ്റുള്ള മനുഷ്യരുമായി നമ്മുടെ ബന്ധം സമാധാനത്തിൻ്റെയും നേരിൻ്റെയും നീതിയുടെയും ആയിരിക്കണമെന്ന് സഖറിയ പ്രവാചകൻ 8-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുക. പഴയ നിയമത്തിൽ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും സമാധാനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, പഴയ നിയമത്തിൽ എവിടെല്ലാം സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവിടെയൊക്കെ ദൈവവുമായിട്ട് സമാധാനത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു അനുഭവമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരിടത്തിൽ സമാധാനമുള്ളതായി, ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ സമാധാനമുള്ളതായി ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്നാണ് ഈ സമാധാനം ആരംഭിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. മനുഷ്യൻ ദൈവത്തിൽ ലഭിക്കുന്ന അനുഗ്രഹമായി പലപ്പോഴും സമാധാനത്തെ ചിത്രീകരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സമാധാനം മനുഷ്യന് അതിൻ്റെ വാഹകനായിരുന്നുകൊണ്ട് ലോകത്തിന് കൊടുക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് നമുക്കറിയാം. കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ യാത്ര ചെയ്യുകയാണ്. വലിയ തിരമാലകളും കൊടുങ്കാറ്റും അടിച്ചു. പടക് മുങ്ങിപ്പോകുവാൻ തക്കവണ്ണമുള്ള വലിയ അനർത്ഥം അവിടെ ഉണ്ടായി. ശിഷ്യന്മാർ നിലവിളിച്ചു. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. അവർ കർത്താവിനെ വിളിച്ച് അവരോട് പറയുകയാണ്, ഞങ്ങൾ മുങ്ങിപ്പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് കർത്താവിനോട് ശിഷ്യന്മാരെ പറയുവാനായിട്ടിടയായി.
കർത്താവ് അവരുടെ വിശ്വാസത്തെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് കടലിനെയും കാറ്റിനെയും അവൻ ശാന്തമാക്കി സമാധാനം അവിടെ കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ സമാധാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായി ഈ കർത്താവും ശിഷ്യന്മാരും കടലിൽ യാത്ര ചെയ്യുന്ന, തിരമാലകളുടെ മധ്യത്തിലൂടെ യാത്ര ചെയ്യുന്ന ഈ ചിത്രത്തെ, കർത്താവ് അതിനെ ശാന്തമാക്കുന്ന ഈ ചിത്രത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായ ഒരു അനുഭവം, ശാന്തത നൽകുന്ന അനുഭവം. മനുഷ്യന്റെ ഹൃദയങ്ങളിലും പ്രകൃതിയിലും ചുറ്റുപാടുകളിലും ഒക്കെയും ഈ സമാധാനം ഒരുപോലെ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സന്ദർഭം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും സമാധാനം നൽകുവാൻ അത് മതിയായതാണ് എന്ന് ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് പടകിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, കർത്താവ് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നില്ല എങ്കിൽ, നാം ഏകരായി യാത്ര ചെയ്യുന്നുവെങ്കിൽ അവിടെ സമാധാനം കണ്ടെത്തുവാൻ, അവിടെ ശാന്തി കണ്ടെത്തുവാൻ സാധ്യമല്ല എന്നും നമ്മുടെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് നമുക്ക് എഴുതി ചേർക്കാവുന്ന ഈ സന്ദേശമാണ്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നാം കർത്താവിനെ അന്വേഷിക്കുന്നതെങ്കിൽ അത് കണ്ടെത്തുവാൻ സാധ്യമല്ലാതായിത്തീരും എന്നുള്ളത് നാം മറന്നു പോകരുത്. കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കാതെ, കർത്താവിനോടൊപ്പം പടകിൽ യാത്ര ചെയ്യുവാൻ സാധിക്കാതെ, ഈ ജീവിതയാത്രയിൽ കർത്താവിനോടൊപ്പമായിരിക്കുവാൻ കഴിയാതെ പ്രതിസന്ധികൾ വരുമ്പോൾ നിലവിളിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്ന് നാം ചുറ്റുപാട് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പേടിച്ചരണ്ട് ഒളിച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവ് അവരുടെ ജീവിതങ്ങളെ, ഹൃദയങ്ങളെ നോക്കി പറയുക, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരുന്ന, അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരുന്ന അനുഭവത്തെ ദൈവം അവിടെ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നൽകുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അസമാധാനത്തിന്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അസ്വസ്ഥതകളുടെ മധ്യത്തിലാണ്, സംശയങ്ങളുടെ മധ്യത്തിലാണ് നാം ഇന്ന് ഈ പുതിയ ലോകത്ത് നാം ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ അടച്ചിരിക്കുന്ന അനുഭവങ്ങളിലേക്ക്, പുറത്തേക്ക് പോകുവാൻ സാധിക്കാതിരിക്കുന്ന നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക്, മറ്റാരുടെ മുൻപിൽ നമ്മെ പ്രദർശിപ്പിക്കുവാൻ സാധ്യമല്ലാതിരിക്കുന്ന ഈ അനുഭവത്തിന്റെ മധ്യത്തിലേക്ക്, മറ്റാരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ സാധ്യമല്ലാതിരിക്കുന്ന ഈ അനുഭവത്തിന്റെ മധ്യത്തിൽ ഏകരായി നാം ആയിരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് സമാധാനം നൽകുവാൻ ഈ കർത്താവ് മതിയായവനാണെന്ന് ഈ 24-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജനനത്തിങ്കൽ കേട്ടതായിട്ടുള്ള വലിയ സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശമാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലും കേട്ടതായിട്ടുള്ള സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശമാണ്. സമാധാന പ്രഭുവായ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ക്ഷണിക്കുന്നുവെങ്കിൽ, നമ്മുടെ യാത്രയിൽ അവനെ നമ്മോടൊപ്പം നാം കൂട്ടുന്നുവെങ്കിൽ, ആ സമാധാനം, ദിവ്യമായ ശാന്തിയുടെ അനുഭവം, പൂർണ്ണതയുടെ അനുഭവം, ഒരു ട്രാങ്ക്വിലിറ്റിയുടെ അനുഭവം ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്ന് നാം മറന്നു പോകരുത്. അപൂർണമായ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ, ആ കുറവുകളൊക്കെ നികത്തുവാൻ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം മതിയായതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി ശക്തമായി ഓർമ്മിപ്പിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. കർത്താവിൻ്റെ അവസാന നാളുകളിൽ അവൻ യെരൂശലേം നഗരത്തിലേക്ക് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയാണ്. ജനമൊക്കെയും വഴിയരികിൽ നിന്നുകൊണ്ട് ഗുരുതോല പിടിച്ചുകൊണ്ട് അവനെ എതിരേറ്റു ആർത്തു വിളിച്ചു. അവർ പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞ് അവരാർത്തു. അവർ പറഞ്ഞു, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞുകൊണ്ട് ഹോശന്ന പാടി അവർ കർത്താവിനെ എതിരേറ്റു. അതിന് മറുപടിയായി കർത്താവ് ഒരു കരച്ചിൽ അവിടെ കരയുന്നത് നമ്മൾ കാണാറില്ല. അതിന് മറുപടിയായി ഒരു തേങ്ങലോടെ, വലിയൊരു സങ്കടത്തോടെ കർത്താവ് കരഞ്ഞുകൊണ്ട് വിലപിച്ച് അവിടെ പറയുന്നു, ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഈ നഗരത്തെ നോക്കി, കർത്താവിനെ എതിരേറ്റ ഈ നഗരത്തെ നോക്കി, ഈ യെരൂശലേം നഗരത്തെ നോക്കി കർത്താവ് നെടുവീർപ്പിട്ട് കരഞ്ഞ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും.
ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയമുള്ളവരെ, എനിക്കും ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതാണ്. കർത്താവിൻ്റെ ഈ നിലവിളിയാണ്, ഈ കരച്ചിലാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ എനിക്ക് വയ്ക്കുവാനായിട്ടുള്ള സന്ദേശം. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന വലിയ സന്ദേശം ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരും, സമാധാനം നഷ്ടപ്പെടും എന്ന് യെരൂശലേമിനെ നോക്കി കർത്താവ് പറയുകയാണ്. സമാധാനം നഷ്ടപ്പെടും. നീ നിന്റെ സമാധാനത്തിനുള്ളത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനം പരിപൂർണമായി നഷ്ടപ്പെടുമെന്ന് കർത്താവ് ഈ നഗരത്തെ നോക്കി, നമ്മുടെ ജീവിതത്തെ നോക്കി പറയുവാൻ ഇടയാകരുത് എന്ന് ഞാൻ ഇതിനോടൊപ്പം പറയുവാനായിട്ട് ആഗ്രഹിക്കുക. സ്വർഗീയമായ സമാധാനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോയതായിട്ടുള്ള ഒരു ജനം, സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയതായ ഹൃദയങ്ങൾ, അവരെ ഓർത്താണ് കർത്താവ് ഇവിടെ വിലപിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മോട് നോക്കി പറയുകയാണ്, ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുക. കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി നമ്മോട് അവൻ പറയുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് വ്യക്തമായി നമ്മുടെ അരുമനാഥൻ നമ്മോട് പറഞ്ഞിരിക്കേ, നാം എന്തിനാണ് സമാധാനത്തിനായി ലോകത്തിന് പിന്നാലെ പോകുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ലോകം തരുന്ന സമാധാനം എൻ്റെ ജീവിതത്തിന് പൂർണ്ണത നൽകുന്നതല്ല, സമാധാനം നൽകുന്നതല്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കേ, നാം എന്തിനാണ് ലോകം തരുന്ന സമാധാനത്തിന് പിന്നാലെ പോകുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നാം ചിന്തിച്ചതായിട്ടുള്ള ചിന്തകളെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറയുന്ന ഒന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചു. കർത്താവ് നൽകുന്നതായിട്ടുള്ള സമാധാനം ധൈര്യത്തിൻ്റെ അനുഭവം നൽകുന്നതാണ്. കർത്താവ് നൽകുന്ന സമാധാനം ധൈര്യം നൽകുന്ന അനുഭവമാണ് എന്ന് ഒന്നാമത് കണ്ട്. 2, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന അനുഭവം ഈ സമാധാനത്തിലുണ്ട് എന്ന് നമ്മൾ കാണുവാനായിട്ടിടയായി. 3, മരണഭയത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന, മരണത്തിൻ്റെ മരണകരമായ ഭീതിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന അനുഭവമാണ് ഈ സമാധാനം എന്ന് നാം കാണുവാനായിട്ടിടയായി. 4, പ്രകാശം, നിഴലുകൾക്ക് പകരം, ഇരുണ്ട അനുഭവങ്ങൾക്ക് പകരം പ്രകാശം നൽകുന്ന അനുഭവമാണ് ഈ സമാധാനം എന്ന് നാം കാണുവാൻ ഇടയായി. 5, സമാധാനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നു എന്ന ചിന്ത നാം കാണുവാനായിട്ടിടയായി. ദൈവം നൽകുന്ന സമാധാനം, അവൻ നമുക്ക് നൽകിയിട്ട് പോയിരിക്കുന്നതായിട്ടുള്ള സമാധാനം, അത് നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നാം സ്വീകരിക്കുന്നു എന്ന് ഇവിടെ നാം കാണുവാനായിട്ടിടയായി. 6, നിത്യരാജ്യത്തിൻ്റെ അനുഭവം ഇവിടെ നമുക്ക് ഈ സമാധാനത്തിലൂടെ ലഭിക്കുന്നു എന്ന് പറയുന്നു. നിത്യമായ രാജ്യത്തിൻ്റെ അനുഭവം ഈ സമാധാനം നമുക്ക് നൽകുന്നു എന്ന് പറയുന്നു. 7, നമ്മെ പൂർണ്ണരാക്കുന്ന അനുഭവമാണ് ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ അപൂർണതകൾ, ഭയമോ വിപലതകളോ എന്തെങ്കിലുമൊക്കെയുള്ള പ്രയാസങ്ങളോ നമ്മെ അലട്ടുന്നതായിട്ടുള്ള അസ്വസ്ഥതകളോ നമ്മുടെ പ്രതിസന്ധികളോ എന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അപൂർണതകളാകട്ടെ, അതൊക്കെ ഇല്ലാതാക്കി നമ്മെ പൂർണ്ണരാക്കി തീർക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന നാം ആയിത്തീരേണ്ട അനുഭവത്തിലേക്ക് നമ്മെ ആക്കുന്ന അനുഭവമാണ്, നമ്മെ പൂർണ്ണരാക്കുന്ന അനുഭവമാണ് ഈ സമാധാനം എന്ന് ഓർപ്പിക്കുക. അടുത്തതായി, നമ്മോട് കൂടെ നിൽക്കുന്നതായിട്ടുള്ള അനുഭവമാണ് ഈ സമാധാനം. ക്രിസ്തുവിൻ്റെ സമാധാനം, ദൈവം നമ്മോട് കൂടെ നിൽക്കുന്ന അനുഭവമാണ് എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പടകിനെ അസ്വസ്ഥമാക്കുന്ന, ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന, ഏകരെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ സമാധാനം എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക. 9 നമുക്ക് കാണാൻ സാധിക്കുന്ന, സാഹചര്യങ്ങളെ കീഴടക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഏതുമാകട്ടെ, കാറ്റ് അടിക്കുന്ന, കൊടുങ്കാറ്റടിക്കുന്ന, തിരമാലകൾ ഉയരുന്ന, പടകം ഒന്നുമാറാകുന്ന സാഹചര്യമാകട്ടെ, അതിനെ കീഴടക്കുന്ന അനുഭവമാണ് ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം എന്ന് പറയുന്നു. ഇവിടെ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ,
ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന കർത്താവിൻ്റെ വലിയ സന്ദേശം നാം സ്വീകരിക്കുവാൻ തയ്യാറാകും. നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? ഈ സമാധാനം പ്രാപിപ്പാൻ എന്ത് ചെയ്യുവാൻ സാധിക്കും? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വളരെ ലളിതമായി ഈ സമാധാനം സ്വീകരിപ്പാൻ ദൈവം നൽകുന്നതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നുള്ള അനുഭവം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ആയിത്തീരുക എന്ന പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ കായ്ക്കുന്ന മുന്തിരിവള്ളികളായി തീരുവാൻ, ഫലം കായ്ക്കുന്ന കൊമ്പുകളായി തീരുവാൻ ദൈവം നമ്മെ ഇന്ന് ആയിരിക്കുക. നാം എവിടെയാണ് വേര് പിടിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ അടിസ്ഥാനം എന്താകുന്നു? നാം നമ്മുടെ സ്വയത്തിലാണോ, അറിവിലാണോ, നാം കെട്ടിപ്പൊക്കിയതായ നമ്മുടെ സാമ്രാജ്യത്തിലാണോ നാം വേരുറപ്പിച്ചിരിക്കുന്നത് എന്നൊന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആശ്രയം എന്തിൽ, നാം ആശ്രയം എന്തിൽ വെച്ചിരിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് പറയുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ദിനംതോറും ശക്തീകരിച്ച് നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിച്ച് മുന്നോട്ട് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങ് നൽകുന്ന ദിവ്യമായ സമാധാനം സ്വീകരിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ സഹായിക്കണമേ. ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന സമാധാനത്തിൻ്റെ ശക്തികളായി ജീവിപ്പാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിന് ആഴങ്ങളിൽ ഞങ്ങൾ സമാധാനമില്ലാതെ അഴലുന്നവരാണ്. ആ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിലായിത്തീരുവാൻ, ക്രിസ്തു എന്നിലായിത്തീരുവാൻ, അങ്ങനെ സമാധാനത്തിൻ്റെ വക്താക്കളായി, സമാധാനത്തിന് അനുഭവങ്ങളും പൂർണ്ണതയുള്ളവരായി ഈ ലോകത്ത് ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവ്വശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിവേചനാത്മാവിനായ ഏകകർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. സർവ്വവും പിതാവും ദൈവത്തിലെയും പ്രകാശാശാശം സത്യവും സത്യവും സഭയെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ ആഴ്ച ഓർമ്മിച്ചതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണം ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഫെലോഷിപ്പ് മീറ്റിംഗ്സൊക്കെയും ഉണ്ട്, അതിലൊക്കെയും സംബന്ധിപ്പാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ. വിമൻസ് ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ്, അതുപോലെ യൂത്തിൻ്റെ മീറ്റിംഗ്, ഞായറാഴ്ചയും ബുധനാഴ്ചയുമുള്ള മറ്റ് പ്രാർത്ഥനകളൊക്കെയും സംബന്ധിക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധ വെച്ച് ക്ഷമാപൂർവ്വം സമയം കണ്ടെത്തി അതിൽ പങ്കെടുക്കണമേ, അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യൂത്ത് ഫെലോഷിപ്പ് മീറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത്,
നമ്മുടെ ഇടവകയിലുള്ള എല്ലാ യുവതി യുവാക്കളും അതിൽ സംബന്ധിക്കുവാനായിട്ടാണ് അതിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന, നല്ല ക്ലാസ്സുകൾക്കൊക്കെ നേതൃത്വം നൽകുവാൻ സാധിക്കുന്ന ആളുകളെയാണ് ഇതിനൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ആ മീറ്റിങ്ങിലെല്ലാം പ്രിയമുള്ളവർ സംബന്ധിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത ഞായറാഴ്ച മുതൽ നമുക്ക് ദേവാലയത്തിലുള്ള ആരാധന അതിൽ ആളുകൾക്ക് സംബന്ധിക്കാവുന്നതാണ് എന്ന് ഞാൻ അറിയിക്കട്ടെ. എന്നാൽ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചിലതുണ്ട്, അതുകൊണ്ട് പറയുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ദേവാലയത്തിൽ ആരാധനയ്ക്ക് സംബന്ധിക്കുവാൻ അടുത്ത ഞായറാഴ്ച വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരാധന സംബന്ധിക്കുന്നതിന് മുൻപായി ശനിയാഴ്ച രാവിലെ ഒരു 10 മണിക്ക് മുൻപായിട്ടെങ്കിലും നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട് എന്ന് സഭാ സെക്രട്ടറി ജേക്കബ് രാജാനെ നിങ്ങൾ അറിയിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഫോൺ ചെയ്ത് പറയുകയോ SMS അയക്കുകയോ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ അദ്ദേഹത്തെ ഞങ്ങൾ ആരാധനയ്ക്ക് സംബന്ധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു എന്ന വിവരം ദയവായിട്ട് അറിയിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആളുകളുടെ എണ്ണം നമുക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. മറ്റ് സാഹചര്യങ്ങൾ, ഭൗതികമായ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഇപ്രകാരം മുൻകൂട്ടി നിങ്ങളുടെ താല്പര്യം അറിയിച്ചതിന് ശേഷം മാത്രമേ ആരാധനയിൽ സംബന്ധിക്കാവൂ എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളത് കൊണ്ട് 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരാധനയിൽ സംബന്ധിക്കുന്നതിന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞായറാഴ്ച ദിവസങ്ങളിലെ ആരാധനയിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നുള്ളതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ദയവായി ആരാധനയിൽ സംബന്ധിക്കാവുന്നതാണ്. എന്നാൽ മുൻകൂട്ടി നിങ്ങൾ കടന്നു വരുന്നു എന്ന നേരത്തെ അറിയിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ സാമ്പത്തികമായ സഹകരണങ്ങളും തുടരണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുൻപത്തെ ആഴ്ചയും ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേര് വിളിക്കുന്നു. ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ജസൻ വർഗീസ് ജോൺ, ജോയ്സ് എബ്രഹാം, ഈദൻ കുര്യൻ, ലിസി ജോർജ്, ജാക്കി മാത്യു റെനി, നോയൽ സാം ക്രിസ്റ്റി അസറിയ, ബാബു പീറ്റർ, അഞ്ജു തങ്കം തോമസ്, സൈബി അജോയ്, ഡേവ് ഈപ്പൻ വർഗീസ്, നിഖിൽ ഇടുക്കള തോമസ്, ഏഞ്ചൽ റിനീഷ്, രജനി സൂസൻ ജോൺ, ഏവൽ സാം അജിത്, ബീന വിനോദ്, ബിജോയ് ബിജി, ജനീന മറിയ വർഗീസ്, ജോന എസ്തർ ഷമിൻ, മറിയാമ്മ ജോസ്, റെബേക്ക ജേക്കബ്, സുജ ആനി മാത്യു, ഏരിയൻ എസ്കേൽ രാജേഷ്, ജസ്റ്റിൻ എലിസബത്ത് വർഗീസ്. വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ചവരുടെ പേര് വിളിക്കുന്നു. ഫെബിൻ ആൽബർട്ട് സൂര്യ മൈക്കിൾ, ജേക്കബ് ജെ ആൻഡ് ഫിലോമിന ജേക്കബ് ചാൻഡി ആൻഡ് റെനി ജേക്കബ്, വർഗീസ് കെ ഈപ്പൻ ആൻഡ് ജിനു ആൻഡ് ജോൺ, മനോജ് മാത്യു ആൻഡ് ഹിമ സൂസൻ തോമസ്, എഡ്വിൻ ആൽബർട്ട് ആൻഡ് അനു ജോർജ്, ബേസിൽ ജോൺ ആൻഡ് ജുമ ജെയിംസ്, ജോൺസൺ KM ആൻഡ് ലിസിയമ്മ ജോൺസൺ, ബിബിൻ ജോൺ ആൻഡ് അനിത M, ഫിലിപ്പ് K ഫിലിപ്പ് ആൻഡ് ബെറ്റ്സി ഏബ്രഹാം, റിജു ഉമ്മൻ ആൻഡ് എലിസബത്ത് തങ്കച്ചൻ എന്നീ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥനയിലെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.
ഉടമസ്ഥനും നായകനുമായ ദൈവമേ, ഈ ലോകത്ത് നീ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഓർക്കുന്നതിനോടൊപ്പം കർത്താവ് നീ ദാനമായി നൽകിയ ഈ ആയുസ്സിൻ്റെ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ എല്ലാവരും നിൻ്റെ മുൻപിൽ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകമായി കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിൻ്റെ മക്കളെ ഓരോരുത്തരെയും നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ നീ ഒരു വർഷം കൂടെ ദാനമായി നൽകി. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കർത്താവെ കഴിഞ്ഞൊരു വർഷം നീ അവരെ പുലർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ കർത്താവെ നിൻ്റെ സംരക്ഷണവും കർത്താവെ ഞങ്ങളുടെ സ്നേഹവും അനുഭവിച്ച് ക്ഷേമത്തോടെ ആയിരിക്കാൻ കർത്താവ് നിങ്ങൾ എൻ്റെ മക്കളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിറവുകളാലും നിൻ്റെ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിൻ്റെ മക്കൾക്ക് നൽകണമേ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവെ നിന്നിൽ ഉല്ലസിച്ച്, നിന്നിൽ കർത്താവെ ആശ്രയിച്ച്, നിന്നിൽ ശരണപ്പെട്ട് ജീവിപ്പാൻ അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതിനായി സ്തോത്രം ചെയ്തു. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. സമസ്തം നിന്റെ മുമ്പാകെ കൊണ്ടുവരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമീൻ. തുടർന്ന് നമുക്ക് മധ്യസ്ഥത ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ലിത്താനി ഉപയോഗിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റു പറയുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവത്തിന്മാരോടുകൂടെ തന്നൊന്നുമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിനുള്ള ഓരോരുത്തരും അവനവന്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരുടെ കൂടെ എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.
അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും അതേ അപ്പത്തിനംശികളുമാകുന്നുവല്ലോ. ഗീതങ്ങളിൽ 154-ാമത്തെ ഗീതം പാടാം. അതിൻ്റെ ആദ്യത്തെ രണ്ടും അവസാനത്തെയും ചേർണം. ആദ്യത്തെ രണ്ട് ചേർണവും അവസാനത്തെയും ചേർണം. ഗീതം 154. ും
നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പൊതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരമയോഗ്യരായ ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മുഖത്തിനായി ചോദിക്കണമെന്ന കാഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
ഞാൻ വീണ്ടും വരുവോളം നിന്റെ വിലയേറിയ ഫലത്തെ കുറിച്ചിടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്നതിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തല്ലോ. അവൻ താൻ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൊന്നു വേണ്ടിയെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോണം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിന്റെ ദാനങ്ങളായ അപ്പത്തെ വീഞ്ഞിനെ എന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവരിൽ യോജിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളെ കർത്താവാകുന്ന വിശുദ്ധയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ താമസിക്കുന്നതാകണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടക്കാതെ ദുഷ്ടനിൽ നിന്ന് ശക്തിയും മാത്രവും ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ വലിയ ഘട്ടങ്ങളിലല്ലാതെ സ്വന്തതയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വീഴ്ചയിൽ I'm
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സക്രമത്തിന്റെ വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനുമായ ദൈവമേ, ഈ സർവ്വമംഗളകരമായ കൈക്കൊണ്ടെങ്കിൽ ഞങ്ങൾ
വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വിശുദ്ധാരാധനയുടെ അവസാനമായി ജ്ഞാനകീർത്തനങ്ങളിൽ 199 കീർത്തനം. Yes,
ഞങ്ങളുടെ സങ്കേതവും കോട്ടയമായിരിക്കും ദൈവമേ. ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ നീ നൽകിയ ഈ നല്ല നിമിഷങ്ങൾക്ക് നന്ദിയോടെ തന്നെ വാഴ്ത്തുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവചനത്തിലും ശ്രവിപ്പാനും അങ്ങനെയുള്ള കൂട്ടായ്മയിലായിരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ആവശ്യങ്ങളെ മുമ്പാകെ പകരുവാനും കർത്താവെ, അങ്ങയുടെ ശരീരരക്തങ്ങൾക്ക് പങ്കുകാരായി തീരുവാനും ഒക്കെ നീ ഞങ്ങളെ സഹായിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ കൃപയാൽ നിങ്ങളെ നടത്തുന്നല്ലോ കർത്താവെ. ഈ ആഴ്ച മുഴുവനും കർത്താവ് ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് നിങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും കടന്നു വന്ന് അങ്ങേ ആരാധിക്കുന്ന ദിവസം വരെയും ഞങ്ങളെ ഓരോരുത്തരെയും നീ സൂക്ഷിച്ചു കൊടുക്കണമേ. സമസ്തവും നിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുകയും നിന്റെ സംരക്ഷണയാൽ പൊതിഞ്ഞുകൊള്ളുകയും ചെയ്യണമേ. എല്ലാം കർത്താവെ നിന്റെ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.